സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫാഘോഷം ഈദ് ഓഫറുകൾ. ഓരോ പവൻ വാങ്ങുമ്പോഴും നേടൂ 1/4 പവൻ പണിക്കൂലിയില്ലാതെ. ഓരോ പവൻ പർച്ചേസിനും നേടാം 1000 രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ. സഫ ജ്വല്ലറി. നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിക വെഡിങ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിക വെഡിങ്സ് നിലമ്പൂർ. വന്യജീവി ആക്രമണങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. തുടർച്ചയായ കാട്ടാന ആക്രമണത്തിൽ ഒരു തരത്തിലുമുള്ള നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും കുറ്റകരമായിട്ടുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്നും കെ. സുരേന്ദ്രൻ വയനാട്ടിൽ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലും ഇന്നൊരു നിരപരാധിയായ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, അത് വീട് മുറ്റത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഗവൺമെന്റ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള നടപടിയും തുടർച്ചയായി കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ ഗവൺമെന്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കുറ്റകരമായിട്ടുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. വയനാട്ടിലും ഇതേ സ്ഥിതിയാണുള്ളത്. വയനാട്ടിൽ നിരന്തരമായിട്ട് വന്യജീവികളുടെ ആക്രമണം നാട്ടുകാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാരോ സ്ഥലം എംപിയോ ജനപ്രതിനിധികളോ ഈ വിഷയത്തിൽ തന്നെ ഒരു തരത്തിലും ഇടപെടുന്നില്ല. കേന്ദ്രം നൽകുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വന്യജീവി ആക്രമണത്തിൽ പരിക്ക് പറ്റുന്നവർക്ക് ധനസഹായം സംസ്ഥാന ഗവൺമെന്റ് ഒന്നും കൊടുക്കുന്നില്ല. കേന്ദ്രത്തിന്റെ തുക പോലും മര്യാദയ്ക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നില്ല. ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇവിടെ ഉപയോഗിക്കുന്നില്ല. പരിശീലനം കിട്ടിയ ഉദ്യോഗസ്ഥന്മാരില്ല. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഭരണകൂട സംവിധാനങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പ്രത്യേകിച്ചും വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാതെ മറ്റു മാർഗങ്ങളില്ല. സർക്കാർ ഇതിന് ഈ ഓരോ മരണങ്ങൾക്കും സർക്കാർ ഉത്തരവാദിയാണ്, ജനപ്രതിനിധികൾ ഉത്തരവാദിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ.